ഈ കേസിൽ ടോട്ടൽ 1.5 കോടി ഒന്നും കിട്ടിയില്ല. ഒന്നും കിട്ടിയില്ല. കിട്ടി അത് കുറച്ച് ദിവസം 1.5 കോടി ഇല്ല വരെ ഇല്ല. ഒരു കോടി വന്നു കഴിഞ്ഞാൽ ഒരു 80 ലക്ഷം അത്രയൊക്കെ ഉള്ളൂ. അത്രയേ ഉള്ളൂ തരാനുള്ളൂ. അത് തന്നാ മതി. അതാണ് ചോദിക്കണേ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും മേടിച്ചോണ്ടിരിക്കല്ലേ ക്യാഷ്. കുറച്ച് എന്റെ ആവശ്യങ്ങൾ വരുമ്പോ ഞാൻ മേടിക്കും. ഞാൻ നോക്കാം. ഇത് ഇങ്ങനെ ഒരു എടുത്ത് മേടിച്ച് ചെയ്യേണ്ട കാര്യമല്ലല്ലോ. 1.5 കോടിയുടെ കൊട്ടേഷനിൽ 80 ലക്ഷം ബാലൻസ് ഉണ്ട്. 80 എന്റെ അടുത്തേ ഉള്ളൂ. പിന്നെ കൂടുതലുമല്ല. അന്ന് അവര് അതൊരു സെറ്റിൽമെന്റ് തയ്യാറായാലും അതിന് കയ്യിൽ നിന്ന് പോയി അതിൽ 7 കൊണ്ടുള്ളിൽ കിടക്കണം. ഇന്ന് രാവിലെ നമ്മൾ കേട്ട ഏറ്റവും ഞെട്ടിക്കുന്ന എക്സ്ക്ലൂസീവായ വാർത്ത, ദിലീപ് നടിയെ ആക്രമിക്കാൻ വേണ്ടി 1.5 കോടി രൂപ പൾസർ സുനി എന്ന് പറയുന്ന ഈ പരനാറിക്ക് കൊടുത്തു എന്നുള്ളതാണ്. ഈ ഒരു കേസിൽ ഞാൻ മുൻപും പറഞ്ഞുകൊണ്ട് ദിലീപിനെ ഒരു തരത്തിലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. ദിലീപ് ഇത്തരം ഒരു അപരാധം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എത്ര കാലം കഴിഞ്ഞാണെങ്കിലും ശിക്ഷ അനുഭവിച്ചേ മതിയാവും. അത്രയ്ക്കും കൊടും ക്രൂരതയാണ് ഈ സഹപ്രവർത്തകയോട് ദിലീപ് ചെയ്തിരിക്കുന്നത്. അത് ശരിയാണെങ്കിൽ അതിന്റെ തീവ്രത എത്രമാത്രമായിരുന്നു. ആ രാത്രിയിൽ വണ്ടിയിൽ വെച്ച് ഈ ഇരയാക്കപ്പെട്ട നടിക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം വളരെ വ്യക്തമായി ഞാൻ ഈ വീഡിയോയിൽ ഒരിക്കൽ കൂടി നിങ്ങളോട് പറയാം. എനിവേ, ഇന്ന് ഈ പൾസർ സുനിയുടെ വെളിപ്പെടുത്തൽ കേട്ടപ്പോൾ, ഈ പരനാറിയുടെ വെളിപ്പെടുത്തൽ കേട്ടപ്പോൾ ശുദ്ധ അസംബന്ധമായാണ് എനിക്ക് തോന്നിയത്. ഇവിടെ പൾസർ സുനിയെ പോലുള്ള ഈ ഒരു വായ്നോക്കിയുടെ ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾക്ക് എന്ത് ക്രെഡിബിലിറ്റി ആണുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവന്റെ ഈ വെളിപ്പെടുത്തലുകൾക്ക് ഉപരിയായിട്ട് എനിക്ക് ഏറ്റവും അധികം ലജ്ജാകരമായി തോന്നിയത് ഇത്തരം ഒരു കൊടും ക്രൂരത, ഇത്തരം ഒരു ഹീനകൃത്യം ചെയ്തിട്ട് വളരെ കൂളായിട്ട് കുളിച്ച് കുറിയും തൊട്ട് വന്നിരുന്നിട്ട് ഈ രീതിയിൽ ബെടായി അടിച്ചു വിടുന്ന ഈ പരമനാറിയെ കാണുമ്പോൾ നമ്മുടെ ജുഡീഷ്യറി എന്തുമാത്രം വീക്കാണ്, അല്ലെങ്കിൽ ഇതുപോലുള്ള ചെറ്റത്തരം കാണിക്കുന്നവർ ഈ രീതിയിൽ കൂളായി നമ്മുടെ സമൂഹത്തിൽ വർത്തിക്കുന്നത് എത്രമാത്രം ലജ്ജാകരമാണെന്ന് ആർക്കും തോന്നിപ്പോയേക്കാം. അത്തരമൊരു നാണക്കേട് തന്നെയാണ് ഇവന്റെ ഒരു ഇന്റർവ്യൂ, ഈ ഒരു ഒളിക്കാമറയോ അല്ലാതെ എന്തോ ആയിക്കോട്ടെ, ഈ ഒരു ഇന്റർവ്യൂ കാണുന്ന ഏതൊരു മനുഷ്യനും തോന്നുക. ഇനിവേ, പൾസർ സുനിയുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ചില ചോദ്യങ്ങൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ആദ്യമായി ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വേറെ ഇപ്പൊ ഞാനൊരു വക്കീല്, അല്ലെങ്കിൽ വേറെ ഇപ്പൊ രാമൂല് വേറെ എന്തെങ്കിലും വക്കീലാണ് ഇപ്പൊ ഈ കേസിനകത്ത് എന്തെങ്കിലും വരുന്നത് എന്തെങ്കിലും ചെയ്താൽ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല, അവിടെ തീരുവാണ് സംഭവം. അവര് പറയണ അങ്ങനെ തീർക്കണ്ട, നിങ്ങൾ കേസ് കൊടുക്കും. എന്ത് ദിലീപേന്റെ അടുത്ത് ഞാൻ എന്താ 1.5 കോടി രൂപയുടെ ഒരു ഇത് കണക്കാൻ പറഞ്ഞു. അപ്പൊ പുള്ളിക്ക് നഷ്ടപ്പെട്ടിട്ട് എന്തോരം എത്ര കോടി ഉണ്ടാവും ഇവിടെ തന്നെ ഹൈക്കോടതി 1.5 കോടി കണക്കാണ് ദിലീപ് എല്ലാത്തിനും കൊട്ടേഷൻ. 1.5 കോടി രൂപ ആകെ കൊട്ടേഷൻ. അല്ലല്ല, അങ്ങനെയല്ല. അത് 1.5 കോടി. പക്ഷെ ദിലീപിന്റെ എല്ലാ കേസിലും 1.5 കോടി. അതറിയില്ല. കാരണം മറ്റേ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊല്ലാൻ 80 ലക്ഷം രൂപയോളം ഇനി ബാക്കിയുണ്ട്. ബാക്കി 70 ലക്ഷം രൂപയോളം, 1.5 കോടി രൂപയിൽ 70 ലക്ഷത്തോളം പല ഘട്ടങ്ങളിലായിട്ട് കൊടുത്തു എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷവും ഇവൻ പൈസ വാങ്ങിയെന്ന് പറയുന്നത്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഈ പരമനാറി ഈ രീതിയിൽ പൈസ വാങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു തെളിവ് പുറത്തുവിടാൻ ഇവൻ എന്താണ് സാധിക്കാത്തത്? ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെളിവ്, ഒരു വീഡിയോ ഫുട്ടേജോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു തെളിവ് എന്തുകൊണ്ട് ഇവന് പുറത്തുവിടാൻ സാധിക്കുന്നില്ല? ഇപ്പോഴും പോലീസിന്റെ കയ്യിലും മീഡിയക്കാരുടെ കയ്യിലും ആകെയുള്ള തെളിവ് ദിലീപും ഈ പറഞ്ഞ പൾസർ സുനിയുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി ആകെയുള്ള തെളിവെന്ന് പറയുന്നത് ഈ 2-3 ഫോട്ടോസാണ്. വെറും 2-3 ഫോട്ടോസ് മാത്രമാണ് ഇവർ തങ്ങളിൽ ബന്ധമുള്ളതിന്റെ തെളിവുകളായിട്ട് പുറത്തു വന്നിട്ടുള്ളത്. നേരെ മറിച്ച് ഇവൻ ഈ പറഞ്ഞ 70 ലക്ഷം രൂപയോളം വാങ്ങിച്ചു എന്ന് പറയുന്നു. അതിന്റെ എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ എന്തുകൊണ്ട് ഇവനോ അല്ലെങ്കിൽ ചാനലുകാർക്കോ പുറത്തുവിടാൻ സാധിക്കുന്നില്ല? ഇങ്ങനെ ഒന്ന് പുറത്തുവിടുവാണെങ്കിൽ അത് തന്നെയല്ലേ ദിലീപിനെ കൊടുക്കാനുള്ള ഏറ്റവും വലിയ ഒരു തെളിവ്? ദിലീപ് കൊടുക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ദിലീപിന്റെ ആളുകൾ കൊടുക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ആരുടെ അക്കൗണ്ടിൽ നിന്നാണ് വന്നത്, അതൊന്നും ഇവൻ കാണിച്ചതായിട്ട് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയാം. ഇനിവേ, ഇത്തരം വായ്നോക്കികളുടെ ബെഡായി കേൾക്കുന്നവരെ വേണം ആദ്യം അടിക്കാൻ എന്നാണ് ഞാൻ പറയുന്നത്. ഇനി ഈ ഒരു വിഷയം എന്ന് ചർച്ചയാവാൻ കാരണം അരുൺകുമാർ പറയുന്ന കേട്ടതിന് ശേഷം അതിലേക്ക് നമുക്ക് വരാം. നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാമത്തെ പ്രതിയാണ് പൾസർ സുനി. പൾസർ സുനി നടത്തിയ ഒരു വെളിപ്പെടുത്തലാണിത്. പൾസർ സുനിയുമായി ഞങ്ങളുടെ പ്രതിനിധി റോഷിപാൽ സംസാരിച്ചു. ആദ്യഘട്ടത്തിൽ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ പൾസർ സുനി തയ്യാറായിരുന്നില്ല. ഒടുവിൽ വളരെ വിശ്വസിപ്പിച്ച് ബുദ്ധിമുട്ടിയാണ് റോഷിപാൽ ഈ സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തിയത്. പൾസർ സുനി ജാമ്യത്തിലിറങ്ങിയ നാൾ മുതൽ നമ്മളടക്കം പൾസർ സുനിയെ പലതരത്തിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ പൾസർ സുനി നമ്മളോട് അക്കാര്യങ്ങൾ ഞങ്ങളുടെ ഒളിക്യാമറയിൽ വെളിപ്പെടുത്തുമ്പോൾ അത് കേരളം കേൾക്കുന്ന ഏറ്റവും വലിയ ഞെട്ടലുള്ള ഒരു റേപ്പ് കൊട്ടേഷന്റെ കഥയായി മാറുന്നു. പോലീസിന്റെ മൊഴികളിൽ മാത്രമുള്ള, എന്നാൽ പോലീസിന്റെ മൊഴികളിൽ പോലുമില്ലാത്ത, കോടതിയുടെ വ്യവഹാരങ്ങളിൽ ഏറ്റവും നിർണായകമായേക്കാവുന്ന ഒരു എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫ്യൂഷൻ. അതാണ് യഥാർത്ഥത്തിൽ ഇന്ന് പ്രേക്ഷകരുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. ഈ കേസിൽ ഏറ്റവും നിർണായകമായ വെളിപ്പെടുത്തൽ, ഈ കേസിന് 1.5 കോടി രൂപ ദിലീപ് കൊട്ടേഷന് നൽകി എന്നുള്ളതാണ്, വാഗ്ദാനം നൽകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ.
അതായത് ഇവർ പറയുന്നത് ഇതുപോലൊരു ഇന്റർവ്യൂവിന് വേണ്ടി, ഒരു പുസ്തകം എഴുതാൻ വേണ്ടി, ഇന്റർവ്യൂവിന് വേണ്ടി ഇവന്റെ പൾസർ സുനിയുടെ അടുത്ത് പോകുന്നു. അവന്റെ അടുത്ത് ചോദിച്ചിട്ട് പുസ്തകം എഴുതാൻ പോകുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ചെന്നപ്പോഴത്തേന് അവൻ ഇതേപോലെ ഭീഷണിപ്പെടുത്തുകയും ഏതോ കൊള്ള സംഘത്ത് കൊണ്ടുപോവുകയും കത്തി കഴുത്തിൽ വെക്കുകയൊക്കെ ചെയ്തതാണ് പറയുന്നത്. അതിനുശേഷം പുസ്തകം എഴുതാനാണെന്ന് പറഞ്ഞപ്പോൾ ഇവൻ ഇതിന് തയ്യാറാവുന്നു. അതിനുശേഷമാണ് ഈ പറഞ്ഞ 1.5 കോടിയുടെ കാര്യങ്ങളൊക്കെ ഇവൻ പറയുന്നത്. അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ 1 by 1 ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അത് ഒളിക്യാമറയിൽ ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് സംശയമാണ് തോന്നുന്നത്. കാരണം ഇതുപോലൊരു പൊട്ടനാണോ പൾസർ സുനി? ഈ രീതിയിൽ ഒളിക്യാമറ ഇട്ട് ഷൂട്ട് ചെയ്യുന്നത് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു പരമ പൊട്ടനാണോ ഇത്രയും വലിയൊരു ക്രൈം ചെയ്തത്? അത് തന്നെ ഒരു ചോദ്യചിഹ്നമാണ്. ഈ ഒരു വിഷയത്തിൽ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ, ഇവിടെ ദിലീപ് ഇതിൽ പങ്കെടുത്തില്ല എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ ദിലീപ് തീർച്ചയായും ഈ വിഷയത്തിൽ പങ്കുണ്ടാവും. അതിനെ സാധൂകരിക്കുന്ന തെളിവുകളും പോലീസിന്റെ ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ ഇവിടെ ദിലീപിനും സംഭവിച്ചേക്കാവുന്ന ഒരു പിഴവെന്ന് പറയുന്നത് ഇതുപോലൊരു മണ്ടനും എടുത്തുചാട്ടക്കാരനുമായ ഒരുത്തനെ ഈ രീതിയിൽ, ഇത് വലിയ തെറ്റായ ഒരു ഓപ്പറേഷനാണ്, ഈ രീതിയിൽ ഒരു ഓപ്പറേഷൻ ഏൽപ്പിച്ചു. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴും അന്ന് രാത്രി ഈ പറഞ്ഞ പ്രമുഖ നടിയുടെ കാറിൽ അപായപ്പെടുത്താൻ വേണ്ടി 3-4 പേര് കയറുന്നു, കത്തി കാട്ടി ഭീഷണിപ്പെടുത്തുന്നു. അതിനുശേഷം ഈ പറഞ്ഞ വീഡിയോ ചിത്രീകരിക്കാൻ വേണ്ടി തുണി അഴിക്കാൻ പറയുകയും അതിന് തയ്യാറാവാതിരുന്ന നടിയെ നഗ്നയാക്കിയതിനു ശേഷം ഇവരുമായി ഓറൽ സെക്സ് ചെയ്യാൻ നിർബന്ധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ഉണ്ടായത്. ഓറൽ സെക്സ് ചെയ്തതിനു ശേഷം ഈ പറഞ്ഞ സെമൻ ഈ നടിയെ കൊണ്ട് കുടിപ്പിച്ചു എന്നുമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരമൊരു വീഡിയോ ആണ് ഇവർ ചിത്രീകരിച്ചത്. ആ വീഡിയോ ചിത്രീകരിച്ചതിന് ശേഷം അതിന്റെ പെൺഡ്രൈവ്, അതായത് ഈ കൊട്ടേഷൻ കൊടുത്ത വ്യക്തിക്ക് ആ ഒരു പെൺഡ്രൈവ് കൊണ്ട് കൊടുത്തതിന് ശേഷം അത് വെച്ച് ഈ പറയപ്പെടുന്ന നടിയെ ഭീഷണിപ്പെടുത്താനാണ് ശ്രമിച്ചത്. എന്നാൽ അവിടെ നിലനിൽക്കുന്നത് ഈ രീതിയിലാണോ ഇത് നടത്തേണ്ടത്, അല്ലെങ്കിൽ ഈ രീതിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യും, നടിയെ നഗ്നയാക്കിയതിനു ശേഷം ഓറൽ സെക്സ് നടത്തിയിട്ട് സെമൻ കുടിപ്പിക്കണമെന്നൊക്കെ ഈ പറയപ്പെടുന്ന വ്യക്തി, അതായത് ഈ കൊട്ടേഷൻ കൊടുത്തെന്ന് പറയുന്ന ദിലീപ് പറഞ്ഞതായോ ഇത്തരം കാര്യങ്ങൾ ചെയ്യണമെന്ന് ദിലീപ് ആഹ്വാനം ചെയ്തതായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുപോലെ തന്നെ ഒരു ഭീഷണിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള രീതിയിൽ നടിയെ അപായപ്പെടുത്താനാണോ ഈ പറയപ്പെടുന്ന ദിലീപ് പറഞ്ഞതെന്നും ഇപ്പോഴും സംശയം തന്നെയാണ്. സോ സ്വാഭാവികമായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ 1-ാം പ്രതിയായ പൾസർ സുനി തന്റെ ഭാഗത്ത് മാത്രമല്ല തെറ്റ്, തന്നെ കൊണ്ട് കൊട്ടേഷൻ ചെയ്യിപ്പിച്ച ദിലീപ് തന്നെയാണ് ഇതിനൊക്കെയുള്ള കാരണക്കാരൻ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു ശ്രമം സ്വാഭാവികമായും പൾസർ സുനിയുടെ ഭാഗത്ത് നിന്നുണ്ടായേക്കാം. നമുക്കറിയാം, അതായത് ഇപ്പോൾ ഒരു പെൺകുട്ടിയെ ഒന്ന് അപായപ്പെടുത്തണമെന്ന് ഒരു കൊട്ടേഷൻ കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ആ ഒരു സുന്ദരിയായ സ്ത്രീയെ കാണുമ്പോൾ ചെറുതായിട്ടെങ്കിലും പീഡിപ്പിക്കാനോ ശാരീരികമായി അബ്യൂസ് ചെയ്യാനോ ഈ കൊട്ടേഷൻ ഏറ്റെടുത്ത ഈ ക്രിമിനലിന് തോന്നും. ഇത്തരം കാര്യങ്ങൾ, ഈ ചെയ്ത പ്രവർത്തികളൊക്കെ ദിലീപ് പറഞ്ഞിട്ടാണോ ചെയ്തതെന്നുള്ള കാര്യം തെളിയിക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. എനിവേ ദിലീപ് ഇതിന്റെ പിന്നിലുണ്ടെന്നുള്ള കാര്യം സംശയാതീതമായി പോലീസിന് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നാണ് അവരെ അവകാശപ്പെടുന്നത്. പക്ഷേ ഈ പറയപ്പെടുന്ന സുനിയുടെ ഈ തള്ളലുകൾ ശുദ്ധമായ പൊട്ടത്തരവും ഊളത്തരവുമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ പറയപ്പെടുന്ന തെളിവുകൾ ഉണ്ടെങ്കിൽ, അതായത് ഈ 80 ലക്ഷം അല്ലെങ്കിൽ 70 ലക്ഷം രൂപ കൊടുത്തതിന്റെ തെളിവുകൾ എന്തെങ്കിലും ഒന്ന് ഈ പൊട്ടൻ ഹാജരാക്കുവാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ തെളിവ്. അത്തരമൊരു തെളിവ് പുറത്തു കൊണ്ടുവരാൻ ഈ ചാനലുകാർക്കോ ഈ പറയപ്പെടുന്ന പൾസർ സുനി എന്ന് പറയുന്ന ഈ പരനാറിക്കോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എനിവേ വീണ്ടും പറയുന്നു, ദിലീപ് ഇവിടെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശിക്ഷ അനുഭവിക്കണം. എന്നാൽ ഈ പറഞ്ഞ കണക്ക് ദിലീപിന്റെ കരിയർ നശിപ്പിക്കാൻ വേണ്ടി ഓൾറെഡി ദിലീപിന്റെ സിനിമാ ജീവിതം ഏറെക്കുറെ അവസാനിച്ച മട്ടാണ്. ഒരു സിനിമയും വിജയിക്കുന്നില്ല. ഇനി ഏതെങ്കിലും ഒരു സിനിമ വരാൻ പോകുന്ന സമയത്ത് ഈ രീതിയിൽ ന്യൂസുകാർ ഇങ്ങനെ കുത്തിപ്പൊക്കി ദിലീപിന് വീണ്ടും സമൂഹത്തിന് മുന്നിൽ അവഹേളിക്കുകയും നാളെ ദിലീപ് ഈ വിഷയത്തിൽ തെറ്റുകാരനല്ല എന്ന് തെളിയുകയും ചെയ്യുവാണെങ്കിൽ അത് വലിയൊരു ക്രൂരതയായി മാറുകയും ചെയ്യും. നേരെ മറിച്ച് ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ദീർഘിപ്പിക്കാതെ ഈ പറഞ്ഞ വായനോക്കികളെയൊക്കെ വിളിച്ച് ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യിപ്പിക്കാതെ നമ്മുടെ ജുഡീഷ്യറി വേണ്ട രീതിയിൽ ഈ കേസ് അന്വേഷിച്ച് കുറ്റം ചെയ്തവരെ ശിക്ഷിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഈ പറഞ്ഞ വാണ കേസുകളെ ഇതുപോലെ വിളിച്ചിരുത്തി ഇന്റർവ്യൂ ചെയ്യുന്ന കാണുമ്പോഴത്തേക്കും ലജ്ജാകരം. എന്ത് വൃത്തിയായിട്ട തന്തയില്ലാത്തൊരു നിയമ സംവിധാനമാണ് നമ്മുടെ നാട്ടിലെന്ന് ആലോചിച്ച് ലജ്ജിക്കുകയാണ്. എനിവേ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.